ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയമുള്ളവരെ, അമ്മയുടെ അടുത്ത് അല്പസമയം ചേർന്നിരിക്കാൻ എല്ലാ പ്രേക്ഷകരെയും ആവേ മരിയ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ മകനോടൊപ്പം കാൽവരിയിലേക്കുള്ള യാത്രയിലാണ്. ചെളിപുരണ്ട മുഖവുമായി നിലത്ത് വീഴുമ്പോൾ കണ്ണുനീർ കൊണ്ടും സാന്ത്വനം കൊണ്ടും പെറ്റമ്മയുടെ ദുഃഖം എത്രമാത്രമാണ് തൻ്റെ മകനെ ആശ്വസിപ്പിക്കുന്നത് എന്ന് നമുക്കറിയുവാൻ സാധിക്കും. ഒരമ്മയുടെ നൊമ്പരം എത്രമാത്രമാണോ അത്രയും സഹനങ്ങളും ക്ലേശങ്ങളും നൊമ്പരങ്ങളും വേദനകളും പരിശുദ്ധ അമ്മയുടെ തിരുമുമ്പിലേക്ക് നമുക്കും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ 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 ദൈവകുമാരനായി പൊന്മകനെ കണ്ട് അമ്മ തന്നീറും മനസ്സിലായിരം ഓർമ്മകളാ തിരമ്പിടുകയല്ലേ അമ്മേ അമ്മേ അമ്മേ. പരിശുദ്ധ അമ്മേ, തൻ്റെ മകൻ കുരിശുമായി ഓരോ തവണ വീഴുമ്പോഴും അമ്മയുടെ ഹൃദയം എത്രമാത്രം ദുഃഖമായിരുന്നു. അമ്മയുടെ ഹൃദയത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ വേദനകൾ നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ ദുരിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ കാലവർഷക്കെടുതിയിൽ കഷ്ടപ്പെടുന്ന എല്ലാ കുടുംബങ്ങളെയും, വേദനിക്കുന്ന ഓരോ മക്കളെയും, വീടില്ലാത്തവരെയും, എന്തിനേറെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത, വസ്ത്രങ്ങളില്ലാത്ത എല്ലാ മക്കളെയും അമ്മയുടെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. ഗബ്രയേലോദിയ ദിവ്യ സന്ദേശം ഗദ്ഗദം നിറഞ്ഞതാ നൊമ്പരം. ഗബ്രയേലോദിയ ദിവ്യ സന്ദേശം ഗദ്ഗദം നിറഞ്ഞതാ നൊമ്പരം. കാലിത്തൊഴുത്തിലും കാൽവരിക്കുന്നിലും, കാലിത്തൊഴുത്തിലും കാൽവരിക്കുന്നിലും നിർവൃതിയോടെ നീ ഏറ്റുവാങ്ങി അമ്മേ അമ്മേ അമ്മേ. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ തൻ്റെ മകനെ അനുഗമിക്കുന്ന അമ്മയുടെ ദുഃഖം ഒരു നിമിഷം നമുക്ക് ഓർക്കാം. എൻ്റെ അമ്മയെ എത്രമാത്രം സഹനങ്ങളാണ് അമ്മ ഏറ്റുവാങ്ങിയത്. അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ പ്രത്യേകമാമിതം സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞു ഹൃദയങ്ങളിലേക്ക് അമ്മ കടന്നു വരണം. ഞങ്ങളുടെ നൊമ്പരങ്ങൾ ഏറ്റെടുക്കണം. വേദനിക്കുന്ന മക്കളെ ആശ്വസിപ്പിക്കണം. ഈശോയുടെ ആ കുരിശിനോട് ചേർത്ത് വെച്ച് ആ കുരിശിൻ ചുവട്ടിൽ
നമുക്ക് നമ്മുടെ നൊമ്പരങ്ങളെല്ലാം സമർപ്പിച്ച് പരിശുദ്ധ അമ്മയോട് കൂടെ നിൽക്കാം, പ്രാർത്ഥിക്കാം. കാനായിൽ വീരും നീല പച്ചവെള്ളത്തെ വിഞ്ഞക്കി മാറ്റിയ അത്ഭുതവും, കാനായിൽ വീരും നീല പച്ചവെള്ളത്തെ വിഞ്ഞക്കി മാറ്റിയ അത്ഭുതവും, തളിരിട്ട നിന്മാനം വാടിത്തളർന്നോ, തളിരിട്ട നിന്മാനം വാടിത്തളർന്നോ, നന്മ നിറഞ്ഞൊരു കന്യാമ്പി അമ്മേ, അമ്മേ, അമ്മേ. ദൈവകുമാരനാ പൊന്മകനെ കണ്ട് അമ്മതന്നീറും മനസ്സിലായിരം ഓർമ്മകളാത്തിരം വിടുകയല്ലേ അമ്മേ, അമ്മേ, അമ്മേ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മറിയത്തിൻ്റെ സഹായവും സാന്നിധ്യവും നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് വളരെയധികം സംസാരിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളിന്ന് ചിന്തിക്കുന്നതും അന്ത്യകാലവും യഥാർത്ഥ മരിയഭക്തിയും തമ്മിലുള്ള ബന്ധമാണ്. അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മക്കളായ നമുക്ക് അവളോടുള്ള യഥാർത്ഥത്തിലുള്ളൊരു ഭക്തി അത് എപ്രകാരമാണ് കടന്നു വരേണ്ടതെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാലാകാലങ്ങളായി സ്വർഗം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വലിയൊരു മാതൃകയും വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് വളരെ ശക്തമായിട്ടാണ് ഇക്കാര്യത്തിൽ നമ്മളെ പഠിപ്പിക്കാനായി പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്നത്. ഏത് തരത്തിലുള്ള ഒരു മരിയ ഭക്തിക്ക് മാത്രമാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ കഴിയുകയുള്ളൂ. അതുമാത്രമല്ല, തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ അനേകായിരങ്ങളെ രക്ഷിക്കാനായിട്ടും സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാനായിട്ടും ഏത് തരം മരിയ ഭക്തിയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അത്യുഗ്രമായിട്ട് തിന്മ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് തന്നെ പറയുന്ന പോലെ ഈ അന്ത്യകാലഘട്ടത്തിൽ നരകത്തിന് മേലുള്ള മറിയത്തിൻ്റെ ശക്തമായ വിജയം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ശക്തമായിട്ടാണ് അമ്മയ്ക്ക് അതിനുമേൽ അധികാരം നൽകിയിരിക്കുന്നതെന്നാണ് വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ആധ്യാത്മികതയായിരിക്കണം മറിയത്തിൻ്റെ മക്കൾക്കുണ്ടായിരിക്കേണ്ടത്? അദ്ദേഹം ഒരു 3-4 കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്, അത് ആന്തരികമായിരിക്കണം. പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ബന്ധം കുറച്ച് ജപമാല ചൊല്ലിക്കൂട്ടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് നൊവേനകൾ ചൊല്ലിക്കൂട്ടുന്നത് കൊണ്ടോ മാത്രം അവസാനിക്കുന്നതായിരിക്കരുത്. അത് ആന്തരികതയിൽ നിന്ന് കടന്നു വരുന്നതായിരിക്കണമെന്നാണ് സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആന്തരികത വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാം ആന്തരികമായിട്ടാണ്. ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ മുഖത്തിൻ്റെ ഭാഗ്യപ്രകടനങ്ങളെക്കാൾ അധികമായി ഹൃദയത്തിൻ്റെ ചിന്തയെ മാനിച്ചവനാണ് അവിടുന്ന്. ഹൃദയത്തിൻ്റെ ചിന്തയിലാണ് നന്മയോ തിന്മയോ അടങ്ങിയിരിക്കുന്നതെന്നും അതരത്തിൻ്റെ പ്രവൃത്തികളല്ല പ്രധാനപ്പെട്ടത്, ഹൃദയത്തിൻ്റെ ചിന്തയാണ് പ്രധാനപ്പെട്ടതെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആന്തരികമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? പരിശുദ്ധ അമ്മ ജീവിച്ചൊരു ആന്തരിക ജീവിതം നമ്മളും ജീവിക്കാനായിട്ട് തുടങ്ങുക. അമ്മയുടെ ഹൃദയത്തിനുണ്ടായിരുന്ന വിശുദ്ധി, അമ്മയുടെ ഹൃദയത്തിനുണ്ടായിരുന്ന വിശ്വാസം, അമ്മ ചിന്തിച്ചതുപോലെ ചിന്തിക്കാനുള്ളൊരു കൃപ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളത് തന്നെയാണ് ആന്തരികമായിട്ടുള്ള ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. വാക്കിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും ശീലങ്ങളിലും മനോഭാവങ്ങളിലും
രണ്ട് കാര്യമല്ല, ഒരു കാര്യം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥാവിശേഷം, ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാകുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥ, അതാണ് ആന്തരിക ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധാത്മാവിനാൽ മറിയം നയിക്കപ്പെട്ടതുപോലെ നിരന്തരം ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിത രീതി, ദൈവത്തിൻ്റെ ഹിതം മാത്രം ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനവും തീർച്ചയുമൊക്കെയാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അടുത്തതായി, പരിശുദ്ധ അമ്മയോടുള്ള ആ ബന്ധം അത് മൃദുലമായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശിശുവിനെ പോലെ അമ്മയിൽ ആശ്രയിക്കുന്നതായിരിക്കണം. ഉണ്ണിയേശു എങ്ങനെയൊക്കെയാണോ പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചത്, അതുപോലെ അമ്മയെ ആശ്രയിക്കാൻ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്തുമാത്രം അത്യാവശ്യമുള്ളൊരു ആളാണെന്ന് നമുക്കറിയാം. അതുപോലെ പരിശുദ്ധ അമ്മയെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാകണമെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ അൽഫോൺസ് ലിഗോരി ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുക: ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എപ്പോഴും നിങ്ങൾ മറിയത്തിലേക്ക് തിരിയുക, ഏത് കാര്യത്തിനും മറിയത്തിലേക്ക് തിരിയുക, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും മറ്റൊരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്: മരിയ ഭക്തി വിശുദ്ധമായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തോടുള്ള നമ്മുടെ കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കണം. പാപം തരുന്ന സുഖത്തെയും പാപം തരുന്ന സ്വാധീനങ്ങളെയും പാപം തരുന്ന എല്ലാ അവസരങ്ങളെയും ഒഴിവാക്കാനുള്ള പ്രത്യേകമായ മനസ്സിൻ്റെ തയ്യാറെടുപ്പ് ഈ യഥാർത്ഥ മരിയ ഭക്തിയിൽ ആവശ്യമാണ്. രണ്ടും കൂടി ഉൾച്ചേർന്ന് സാരമില്ല, കുഴപ്പമില്ല എന്ന് കരുതുന്ന രീതികളൊന്നും യഥാർത്ഥ മരിയ ഭക്തിയിൽ ഉണ്ടാവുകയില്ല എന്ന് ചരിത്രവും വിശുദ്ധരുടെ ജീവിതങ്ങളും ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, സുസ്ഥിരമായിരിക്കണം യഥാർത്ഥ മരിയഭക്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുണ്ട്, നാളെയല്ല, മറ്റന്നാളില്ല, പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു കാര്യമല്ല. സ്ഥിരതയോടുകൂടി അമ്മയുടെ മകനും മകളുമായിട്ട് ജീവിക്കാൻ കഴിയുന്ന, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന, പ്രാർത്ഥിച്ചിട്ട് ഇപ്പം കിട്ടിയില്ലെങ്കിലും നാളെ ഉറപ്പായിട്ടും എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന, അബ്രാഹത്തെ പോലുള്ളൊരു വിശ്വാസത്തിൻ്റെ കൃപയുണ്ടാകുന്ന അങ്ങനെ ഒരു അനുഭവമാണ് നമുക്കുണ്ടായിരിക്കണം. സ്ഥിരതയുണ്ടാകണം. ആ സ്ഥിരത നൽകുന്നതും പരിശുദ്ധാത്മാവാണെന്നുള്ള കാര്യത്തെ നമുക്ക് നല്ല ഉറപ്പുണ്ട്. തീർച്ചയായും അമ്മ വഴി ഈ ഗുണങ്ങൾ നമുക്ക് ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ ഈ കാലഘട്ടത്തിൻ്റെ മരിയ ഭക്തി നിസ്വാർത്ഥമായിരിക്കണം. സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ ലാഭത്തിന് വേണ്ടിയിട്ടോ മറ്റെന്തെങ്കിലും അധികാരത്തിനോ മറ്റേതെങ്കിലും കാര്യത്തിനു വേണ്ടിയിട്ടല്ല മാതാവിനെ സ്നേഹിക്കുന്നത്, അമ്മയോടുള്ള ജീവിതം ജീവിക്കേണ്ടത്. മറിച്ച് വലിയ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഉറപ്പ്, സ്വർഗത്തിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ്, എന്ത് നഷ്ടം വന്നാലും ദൈവത്തിൻ്റെ കൂടെ നിൽക്കാനുള്ള തീരുമാനം. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം കൂടി യഥാർത്ഥ മരിയ ഭക്തിയുടെ ഭാഗമായി വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ക്രിസ്തീയതയിൽ പക്വത പ്രാപിച്ച ഒരു മരിയ ഭക്തനായിട്ട്, മരിയ ഭക്തയായിട്ട് നമ്മൾ മാറണമെന്നുള്ളതാണ്. മേരി മക്കൾ യേശുവിൽ പക്വത പ്രാപിച്ചവരായിരിക്കണം. വൈകാരിക തലത്തിലും കുറച്ച് പ്രാർത്ഥനയുടെ കാര്യത്തിലും മാത്രം നിലനിൽക്കുന്നതല്ല. ഈ ഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അമ്മ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കത്തോലിക്ക തിരുസഭ വളരെ വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്നുണ്ട്. സ്വർഗം കാലാകാലങ്ങളിൽ വെളിപ്പെടുത്തി തരികയാണ്. ഇങ്ങനെയാണ് പറയുക: പ്രത്യേകമായിട്ട് മാതാവിന് സമർപ്പിക്കപ്പെടുകയാണ് ഇപ്രകാരം ഉള്ള ഒരു ജീവിതശൈലിയുള്ള ഒരാൾ. പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കപ്പെടുന്ന മക്കളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന അത്ഭുതകരമായ ദൈവിക ഇടപാടലുകൾ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 9ാമത്തെ വയസ്സിൽ തന്നെ പരിപൂർണമായിട്ട് അമ്മയ്ക്ക് സമർപ്പിച്ചതാണ്. എൻ്റെ അമ്മയാണ് നീ എന്ന് പറഞ്ഞിട്ട് സമർപ്പിച്ചതാണ്. പിന്നെ ആ ജീവിതത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് വളരെ വ്യക്തമായി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അൾത്താരയോട് ഉയർന്ന് മഹാനായൊരു വിശുദ്ധനായിട്ട് അദ്ദേഹത്തെ മാറ്റിയത്, 27 വർഷത്തോളം സഭയുടെ കാവലാളായിട്ട് നിൽക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്, യുവജനങ്ങളുടെ പ്രേക്ഷിതനായിട്ട് മാറാനായിട്ട് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ധാർമ്മിക മൂല്യങ്ങളിലും വിശ്വാസത്തിൻ്റെ നൗകയെ സഭയെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചത് ഒക്കെ നമ്മൾ ഓർമ്മയുണ്ട്. സ്വർഗത്തിൻ്റെ വാതിൽപ്പടിയിൽ അമ്മയോട് ചേർന്ന് നിൽക്കാൻ കൊതിച്ചിരുന്ന ഒരു മകനെ നമുക്ക് ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ പരിപൂർണമായും നിൻ്റേതാകുന്നു എന്നും പറഞ്ഞിട്ട് വത്തിക്കാനിലേക്ക് പാപ്പയായി കടന്നു വരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി നമ്മുടെ ജീവിതത്തിലേക്കും ഒന്ന് ചേർത്തെടുക്കേണ്ടതാണ്. യഥാർത്ഥ മരിയ ഭക്തരുടെ ജീവിതത്തിൽ അമ്മ നൽകാൻ പോകുന്ന കാര്യം ഇതാണ്: അമ്മയുടെ പ്രകാശത്തിൽ അവർ പ്രശോഭിതരാകും, അമ്മയുടെ ചൈതന്യത്താൽ അവർ നയിക്കപ്പെടും, അമ്മയുടെ ബലിഷ്ഠ കരങ്ങൾ അവരെ താങ്ങും, അമ്മയുടെ സംരക്ഷണത്തിൽ അവർ സുരക്ഷിതരായി മാറും. അതുമാത്രമല്ല, ഒരു കരം കൊണ്ട് അവർ യുദ്ധം ചെയ്യും, മറുകരം കൊണ്ട് അവർ പണിതുയർത്തും. എസ്രായുടെയും നെഹമ്യയുടെയും കാലഘട്ടം എന്ന പോലെ
മക്കബായ വിപ്ലവം നടന്ന കാലഘട്ടത്തിൽ എന്നതുപോലെ ഹൃദയത്തിൽ പ്രാർത്ഥനയും കരങ്ങളിൽ ആയുധങ്ങളുമായിട്ടെന്നതുപോലെ ദൈവജനത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുവാനുള്ള ശക്തമായൊരു വിളി ഈ കാലഘട്ടത്തിലെ എല്ലാ വിശ്വാസികൾക്കും ദൈവമാതാവ് നൽകുകയാണ്. വീണ്ടും ശക്തൻ്റെ കയ്യിൽ അസ്ത്രങ്ങൾ എന്നതുപോലെ മറിയത്തിൻ്റെ ബലിഷ്ഠ കരങ്ങളിൽ അവളുടെ ശത്രുക്കളെ പിളർക്കുന്ന മൂർച്ചയേറിയ ആയുധങ്ങളായിരിക്കും ഈ മരിയമക്കൾ എന്നാണ് പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ശക്തനായ ഒരുവൻ്റെ കയ്യിൽ ഒരസ്ത്രം ഇരുന്നാൽ എങ്ങനെയായിരിക്കും? അവൻ്റെ സർവ്വശക്തിയോടും കൂടി അത് തൊടുത്തുവിടും. പ്രിയപ്പെട്ടവരെ, തിന്മയ്ക്കെതിരെ പോരാടാനുള്ള ശക്തമായ ആയുധങ്ങളായി മാറണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ആന്തരിക ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മളെ പരിപൂർണമായി അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ മതി. വീണ്ടും അമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട്, എരിയുന്ന അഗ്നികുണ്ഡമായി ലോകമാസകലം ദിവ്യ സ്നേഹാഗ്നി ജ്വലിപ്പിക്കുന്ന ദൈവകാര്യസ്ഥന്മാരായിരിക്കും ഈ ഗുണങ്ങളൊക്കെയുള്ള മരിയമക്കൾ. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് വേണ്ടിയുള്ള വിളിയാണ്. ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരായിരിക്കാനുള്ള കുറച്ച് സമയം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതൊരുപക്ഷെ നിൻ്റെ കുടുംബത്തിലായിരിക്കാം, അതൊരുപക്ഷെ സ്ഥാപനത്തിലായിരിക്കാം, ജോലി ചെയ്യുന്ന ഇടങ്ങളിലായിരിക്കാം, ഒരുപക്ഷെ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിലായിരിക്കാം, എവിടെയും വേണമെങ്കിലും ആകാം. ദൈവകാര്യസ്ഥന്മാരായി വർത്തിക്കാനുള്ള ചുരുങ്ങിയ സമയം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. അത് വിശ്വസ്തയോടെ നിലനിർത്താനുള്ള ഒരു കൃപ, അതിൻ്റെ ഒരു ജ്വലനം, അത് സുവിശേഷം അഗ്നിയായിട്ട് ഹൃദയത്തിൽ ആളിക്കൊത്താൻ തുടങ്ങുമ്പോൾ ആരംഭിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് എടുക്കാം. യഥാർത്ഥമായി മാതാവിനെ സ്നേഹിക്കുന്നവർ പൂർണ്ണമായിട്ട് ഈശോയുടേതാകാൻ വേണ്ടി അവർ തങ്ങളെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിലെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെടുന്ന ഒരുപാട് രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷ്ഠ മുഴുവൻ നടത്തുന്നത്? രാഷ്ട്രങ്ങളെ പ്രതിഷ്ഠിക്കുന്നു, വ്യക്തികളെ പ്രതിഷ്ഠിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? പൂർണ്ണമായും ഈശോയുടേതായി മാറാൻ. ആരെങ്കിലും പൂർണ്ണമായി ഈശോയുടേതായി മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊറ്റ കാര്യമാണ് ചെയ്യേണ്ടത്, പരിശുദ്ധ കന്യാമറിയത്തിന് തങ്ങളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുക. അതുമാത്രവുമല്ല, ദൈവവചനമാകുന്ന ഇരുതല വാള് അവരുടെ അധരങ്ങളിൽ ആയുധമായിരിക്കുമെന്നാണ് അമ്മ പറഞ്ഞു തരുന്നത്. ദൈവവചനമാകുന്ന ഇരുതല വാള് അധരങ്ങളിൽ ആയുധമായിട്ട് ഉപയോഗിക്കുക. ഈ കാലഘട്ടങ്ങളിൽ ദൈവവചനത്തോടുള്ള വലിയ താല്പര്യം, ദൈവവചനം പഠിക്കാനുള്ള, അത് ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കാനുള്ളൊരു താല്പര്യം എല്ലാ ഇടങ്ങളിലും കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവവചനമാകുന്ന ഈ വാള് ഇനിയും ശക്തമായി നമ്മൾ എടുത്തുപയോഗിക്കാനുണ്ട് എന്നുള്ളത് യഥാർത്ഥ മരിയ ഭക്തിയുടെ ഭാഗമായിട്ട് പരിശുദ്ധ അമ്മ ഈ നിമിഷങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിച്ചു തരികയാണ്. അതുമാത്രമല്ല, ക്ലേശത്തിൻ്റെ അഗ്നിയിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടും, എന്നാലും ദൈവത്തോട് ചേർന്ന് നിൽക്കും. അവിടെയാണ് യഥാർത്ഥ മരിയ ഭക്തിയരുടെ മാറ്റ് ഉരച്ച് കാട്ടുന്ന ഒരനുഭവം ഉണ്ടാകുന്നത്. ക്ലേശങ്ങളും സഹനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും ദൈവത്തിന് വേണ്ടി ചേർന്ന് നിൽക്കാൻ, ദൈവത്തിൻ്റെ സഭയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നത്. ഒരു സഹോദരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം ഓർമ്മിക്കുകയാണ്. 2.5 ലക്ഷത്തോളം രൂപ സാലറി കിട്ടുന്ന ഒരു ജോലി ഇദ്ദേഹത്തിന് മുമ്പിൽ ഓഫർ ലെറ്റർ എത്തുകയാണ്. ഇദ്ദേഹം പോളിയോ ബാധിച്ച ഒരു മനുഷ്യനാണ്. ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നു. ഈ 2.5 ലക്ഷത്തോളം രൂപ സാലറി കിട്ടുന്ന ജോലിക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, ഈശോയുടെ വിശ്വാസം ഒന്നും ഉപേക്ഷിക്കേണ്ട, ഈശോയെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ മതി. ഓസ്ട്രേലിയയിലാണ് ജോലി. പക്ഷേ ഒരു കാര്യം അവർ ചെയ്യേണ്ടതുണ്ട്, പരിശുദ്ധ കന്യകാമറിയത്തെ ഒഴിവാക്കണം, കത്തോലിക്ക തിരുസഭയെ ഒഴിവാക്കണം. പ്രിയപ്പെട്ടവരെ, ആ ഓഫർ ലെറ്റർ വാങ്ങി നോക്കിയിട്ട് അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്നറിയോ? അപ്പാടെ അത് തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തിട്ട് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഞാൻ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മകനാണ്, ഞാൻ കത്തോലിക്ക സഭയുടെ പുത്രനാണ്, എനിക്ക് ഈ ജോലി വേണ്ട. ദൈവത്തിന് വേണ്ടിയിട്ടും ദൈവമാതാവിന് വേണ്ടിയിട്ടും ക്രിസ്തു സ്ഥാപിച്ച സഭയ്ക്ക് വേണ്ടിയിട്ടും ബാക്കിയുള്ള എല്ലാറ്റിനെയും ചെറുതായി കാണാൻ കഴിയുന്ന ഒരുപാട് മക്കൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. അവരിൽ ഒരാളായി നമുക്ക് മാറാൻ കഴിയട്ടെ. പരിശുദ്ധ അമ്മ നൽകുന്ന യഥാർത്ഥമായ ഈ വിളി, ഈ അന്ത്യകാലത്തെ ഇപ്രകാരം ആ തീഷ്ണത കിട്ടിയവരെല്ലാവരും യഥാർത്ഥ പ്രേക്ഷിതരായിരിക്കുമെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു നിരയിലേക്ക് നീങ്ങാം. നമ്മുടെ ഭക്തിയെയും നമ്മുടെ വിശ്വാസത്തെയും ഇത്രയും കാലം നമ്മൾ കരുതിക്കൊണ്ടിരുന്ന എല്ലാറ്റിനെയും ഒന്നും കൂടി പുനഃപരിശോധിക്കാം. യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയോടുള്ള സ്നേഹം എൻ്റെ ആന്തരികമായിട്ടുള്ളതാണോ, വിശുദ്ധമായിട്ടുള്ളതാണോ? പാവത്തോടുള്ള കൂട്ടുകെട്ടുകൾ അവസാനിപ്പിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ?
അത് സ്ഥിരമായിട്ട് നിൽക്കുന്നതാണോ? അത് മൃദുലമായിട്ടുള്ളതാണോ? എന്ന് വെച്ചാൽ അമ്മയെ ഒരു കുഞ്ഞിനെപ്പോലെ ആശ്രയിക്കാൻ കഴിയുന്നതാണോ? അല്ല എങ്കിൽ അത് ചേർത്തെടുക്കാൻ ദൈവമാതാവ് ഇന്ന് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഒരുമിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, യഥാർത്ഥത്തിൽ അമ്മയെ സ്നേഹിക്കുന്ന മകനും മകളുമായി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ അംഗവും ആ ഒരു കൃപയിലേക്ക് കടന്നു വരാൻ അമ്മ സഹായിക്കണമേ. അമ്മ ആഗ്രഹിച്ചതുപോലെ യഥാർത്ഥ പ്രേക്ഷിതരായി തീരാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. രക്ഷിക്കുവാൻ കഴിവുള്ള അമ്മ, രക്ഷിക്കുന്ന അമ്മ, കരുണ നിറഞ്ഞ അമ്മയുടെ കരങ്ങളിലേക്ക് സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാ വേദനകളെയും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. അമ്മ നമ്മെ കാക്കുന്നു, അമ്മ നമ്മെ വഴി നടത്തുന്നു. തുടർന്ന് വരുന്ന ഗാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. കരുണ പൊഴിയും കരതലത്തിൽ കാക്കണിയം നീ, കണ്ണുനീർ തുടച്ചു ചുംബനമേകിടേണമേ. കണ്ണിലെ കൃഷ്ണമണി പോ കാക്കണിയം നീ, കന്മഷത്തിൻ കതിരെല്ലാം നീക്കണിയമ്മേ. കരുണ പൊഴിയും കരതലത്തിൽ കാക്കണിയം നീ, കണ്ണുനീർ തുടച്ചു ചുംബനമേകിടേണമേ. കണ്ണിലെ കൃഷ്ണമണി പോ കാക്കണിയമ്മേ, കന്മഷത്തിൻ കതിരെല്ലാം നീക്കണിയമ്മേ. പ്രിയപ്പെട്ടവരെ, ജീവിതം മടുത്തുവെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? ആരും എന്നെ രക്ഷിക്കുവാനില്ല എന്ന് നീ ഭയപ്പെടുന്നുവോ? ഈ നിമിഷം പരിശുദ്ധ അമ്മ നിങ്ങളെ നോക്കി പറയുന്നു, എന്നെ നോക്കി പറയുന്നു, വരൂ, ഞാൻ നിന്നെ സഹായിക്കാം. ഞാൻ നിങ്ങളുടെ അമ്മയാണ്. വചനത്തിൽ വിശ്വസിക്കുവാൻ, വചനം ജീവിക്കുവാൻ അമ്മ നമ്മെ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സങ്കടങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മ നമ്മെ ഏവരെയും സഹായിക്കുന്നു. കരിന്തിരി കത്തുമെൻ ജീവിതത്തിൽ നീ, കൃപയാർന്ന വെണ്മയേകാൻ പ്രാർത്ഥിക്കണമേ. കരിന്തിരി കത്തുമെൻ ജീവിതത്തിൽ നീ, കൃപയാർന്ന വെണ്മയേകാൻ പ്രാർത്ഥിക്കണമേ. വചനം
കുരിശിൻ ചുവട്ടിൽ വെച്ച് നമ്മുടെ ഈശോ നമുക്ക് സമ്മാനമായി നൽകിയതല്ലേ നമ്മുടെ പരിശുദ്ധ അമ്മയെ. നമുക്ക് നന്ദി പറയാം, ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈശോയുടെ അമ്മയെ എനിക്ക് അമ്മയായി നൽകിയല്ലോ, ഈശോയെ നന്ദി. ഒപ്പം പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു, അമ്മ ശിഷ്യന്മാരെ ഒരുക്കിയതുപോലെ ഞങ്ങളെയും ഒരുക്കണമേ, ആത്മാവിനാൽ നിറയ്ക്കണമേ. എന്നെ മാത്രമല്ല, എൻ്റെ കുടുംബത്തെ, ഞാനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അമ്മ ഒരുക്കണമേ. പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ. കുരിശിൻ ചുവട്ടിലെൻ്റെ അമ്മയായവളേ, ജീവിതത്തിൻ കുരിശേന്താൻ തുണയേകണമേ. കുരിശിൻ ചുവട്ടിലെൻ്റെ അമ്മയായവളേ, ജീവിതത്തിൻ കുരിശേന്താൻ തുണയേകണമേ. യേശുവിൻ്റെ അരുമ ശിഷ്യരായിടുവാൻ ക്രൂശിതൻ്റെ അമ്മേ പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ അരുമ ശിഷ്യരായിടുവാൻ ക്രൂശിതൻ്റെ അമ്മേ പ്രാർത്ഥിക്കണമേ. കരുണ പൊഴിയും കരതലത്തിൻ കാക്കണിയമ്മേ, കണ്ണുനീർ തുടച്ചു ചുംബനമേകിടേണമേ. കണ്ണിലെ കൃഷ്ണമണി പോൽ കാക്കണിയമ്മേ, കന്മഷത്തിൻ കതിരെല്ലാം നീക്കണിയമ്മേ. സ്നേഹമുള്ളവരെ, നമുക്കൊന്ന് ശാന്തമാവാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ നമുക്ക് ഭരമേൽപ്പിക്കാം. ജീവിതത്തിൽ ഒരുപാട് സങ്കടപ്പെടുന്നവരുണ്ടാവാം. ജീവിതം മടുത്തു, ആത്മഹത്യ ചെയ്താൽ മതി എന്ന് ചിന്തിച്ചിട്ടുള്ളവരുണ്ടാവാം. സാരമില്ല, അമ്മ ഇതാ നിങ്ങളെ വിളിക്കുന്നു. മകനെ, മകളെ, ഞാൻ നിന്നെ സഹായിക്കാം, ജീവിതത്തിൻ്റെ കുരിശ് ചുമക്കുവാൻ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് അമ്മ ഇതാ തൊട്ടടുത്ത് നിൽക്കുന്നു. അമ്മയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ ഭരമേൽപ്പിക്കാം. ഏറ്റുചൊല്ലുന്ന സുഹൃത ജപം വിശ്വാസത്തോടെ ഭക്തിപൂർവം ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവപുത്രൻ്റെ മാതാവേ, വചനം വിശ്വസിക്കുവാൻ, വചനം ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാമോ? ദൈവപുത്രൻ്റെ മാതാവേ, വചനം ജീവിക്കുവാൻ, വചനം വിശ്വസിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം പ്രിയരെ. ദൈവപുത്രൻ്റെ മാതാവേ, വചനം ജീവിക്കുവാൻ, വചനം വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. ആമീൻ.